എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉച്ചയായത്തേക്കും ഷാജിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു കേട്ടോ. ഉച്ചയായില്ലേ, ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ച്. അന്നേരം അമ്മ ഇന്ന് ഞാൻ വരാൻ താമസിക്കുക, അമ്മ ഫുഡ് കഴിച്ചു, ഞാൻ കടപ്പാട്ടൂരാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ട് ബാലേന്ദ്രൻ ഇറങ്ങി വരും. എന്നിട്ട് ഷാജി അല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കൈ കൊടുക്കുവാണ് ഷേക്ക് ഹാൻഡിന്. അന്നേരം ആ കയ്യിലൊക്കെ ഒന്ന് പിടിക്കാനൊരു മടിയാണ് ഷാജിക്കിൻ്റെ മുഖത്ത് കയ്യിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അന്നേരം പിന്നെ ആ കൈ അവിടെ തന്നെ നിൽക്കുമ്പോൾ പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഷാജി ആ കയ്യിലോട്ടൊന്ന് പിടിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഷാജിനെ എനിക്കൊന്ന് കാണണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു എന്ന്. അന്നേരം സാറേ, ഞാൻ ഈ ടൗണിലല്ല ഓട്ടോ ഓടിക്കുന്നത്, അപ്പുറത്തെ ടൗണിലാണ്, പക്ഷേ ഞാൻ ഇങ്ങോട്ടൊക്കെ ഓട്ടോ ആയിട്ട് വരാറുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ ഷാജി എന്ന് പറയുമ്പോൾ ഒരു രൂപമുണ്ട്. കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടി നിന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറി ചെന്ന ഒരു ഹീറോയെ പോലെ രക്ഷിക്കുന്ന ഷാജിയുടെ മുഖം, അതായിരുന്നു ഇതുവരെ എൻ്റെ മനസ്സിൽ. അലീനയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് എന്നൊക്കെ പറയുമ്പം ഷാജി പറയുന്നുണ്ട്, എനിക്ക് അലീനെ അറിയാം, അതുകൊണ്ടാണ് അന്ന് അതുപോലെ പെരുമാറിയത് എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അലിവ് അലീനയോട് തോന്നിയല്ലോ ഷാജിക്ക്, അതേതായാലും നന്നായി എന്ന് പറയുമ്പം ഷാജി പറയുവാണ്, അങ്ങനെ അലിവ് തോന്നിപ്പോവും. ആ കുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന ശമ്പളം മൊത്തം അനാഥാലയങ്ങൾക്ക് വീതിച്ചു കൊടുക്കുവാണ്. അത് കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് ഒരു അലിവ് തോന്നാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ അലിവ് തോന്നിപ്പോവും ഷാജി, എനിക്ക് മനസ്സിലാകും. അവൾ ചെയ്യുന്ന നന്മയുടെ ഫലം തിരിച്ചു കിട്ടുന്നത് പല രീതിയിലാണെന്നേ ഉള്ളൂ എന്ന് പറയും. അതുപോലെ ഷാജി അലീനയുടെ കയ്യിൽ നിന്ന് ഓട്ടോക്കൂലി മേടിക്കാറില്ല എന്ന് അവൾ എന്നോട് പറയാറുണ്ട് എന്ന് പറയുമ്പം, അങ്ങനെയില്ല, കുറച്ച് തവണ ഞാൻ ഓട്ടോക്കൂലി മേടിച്ചില്ല, പിന്നെ ഞങ്ങൾ തമ്മിലൊരു ധാരണയിലായി പെട്രോൾ കാശ് മാത്രം മേടിക്കാമെന്ന്, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയും. ഏതായാലും നല്ല കാര്യം, ഇനിയിപ്പോൾ നമുക്കൊന്ന് ഊണ് കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഷാജിക്ക് ഭയങ്കര മടിയാണ്. ഷാജി മൊത്തത്തിൽ ഷാജിയെ തന്നെ നോക്കിയിട്ട്, വേണ്ട സാർ, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഒരു കുഴപ്പമില്ല, കയറി വന്ന് ഭക്ഷണം കഴിച്ച് ദേ അവിടെ ശരണിയും അമ്മയും ഒക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നു. കയറി പോകുന്നെങ്കിൽ വാടാ രോഹിതേ, നീ വാ എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരോടും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ സമയം വീട്ടിൽ ഗോപന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശരണയുടെ ചേട്ടന് കുറേ നേരം നോക്കിയിരുന്നിട്ടും കാണുന്നില്ല. അന്നേരം വീടിൻ്റെ വാതിലൊക്കെ അടച്ചിട്ട് ഗ്രൗണ്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ വരുന്നത്, ശരണയുടെ അച്ഛൻ പുറത്ത് പോയിട്ട് വരുന്നത്. അന്നേരം നീ എങ്ങോട്ടാ വാതിലടച്ചിട്ട് പോകുന്നു, അവരിതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം, ഞാൻ വാതിലടച്ച് ഇറങ്ങുന്ന കണ്ടിട്ടും അച്ഛനെ കാര്യമൊന്നും മനസ്സിലായില്ലേ, അവരിതുവരെ വന്നിട്ടില്ല. അച്ഛൻ ഇങ്ങനെ മോളുടെ ഇഷ്ടത്തിനെല്ലാം താളം തുള്ളി നിന്നു കേട്ടോ, ഇത് വേണ്ട എന്ന് ഞാൻ അന്നേരം പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് ഗോപന് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം നീ ഒന്ന് വിളിച്ചു നോക്കിയാൽ അവരെ എവിടെ വരെ എത്തിയെന്ന് അറിയാലോ എന്ന് പറയുമ്പം, വിട്ടവർ തന്നെ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് പിന്നെ അച്ഛൻ വിളിച്ചു നോക്കും. അന്നേരം അവിടെ നിന്ന് കിട്ടുന്ന മറുപടി, അതെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഇറങ്ങും കേട്ടോ എന്നാ. അന്നേരം ഫോം വെച്ച് കഴിഞ്ഞ് ഇത് ശരണയുടെ അച്ഛൻ പറയുമ്പോൾ, ബെസ്റ്റ്, ഭക്ഷണം കഴിക്കലും വൈകിട്ടത്തെ കാപ്പൂടിയും എല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ കിടന്നോളം പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോപൻ ദേഷ്യപ്പെട്ടങ്ങ് പോവും. പക്ഷേ ഇതെന്താ ഇവരിങ്ങനെ വരാതെ, ഇവരെന്താ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് അച്ഛൻ. പക്ഷേ ഇവിടെ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അലീനയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിനി ഇറങ്ങും കേട്ടോ, ഷാജിക്ക് എന്തോ ഓട്ടോ ഉണ്ട്, ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് വേണ്ടേ പോകാൻ, അവൻ ധൃതി വയ്ക്കുവാണ് എന്ന് ശരണ്യയുടെ അമ്മ പറയും. അന്നേരം അലീന ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, വയറ് നിറഞ്ഞോ, നല്ല ഫുഡായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം, അത് പറയാനുണ്ടോ, നല്ല ഭക്ഷണമായിരുന്നു എന്ന് ശരണ്യയും അമ്മയും ഒരുപോലെ പറയുന്നു. പിന്നെ അലീനയോട് യാത്ര ചോദിക്കുവാണ്. ശരണ്യയ്ക്ക് അലീനയെ ഇട്ടിട്ട് അങ്ങ് പോകാൻ തോന്നുന്നില്ലേ, എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞ് പിന്നെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കും. അന്നേരം അലീന പറയുന്നുണ്ട്, ഇപ്പം വീടും വീട്ടുകാരെയും ഒക്കെ മനസ്സിലായല്ലോ, ഇടയ്ക്ക് വന്നം കേട്ടോ എന്ന്, ഞാൻ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരവിടുന്ന് ഇറങ്ങുവാണ്. ഏതായാലും ഇവരിറങ്ങിപ്പോരുന്ന കൂട്ടത്തിൽ കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി നിന്നതിന് ശേഷം എല്ലാവരോടും യാത്ര ചോദിക്കും. അതുപോലെ ശരണ്യയുടെ അമ്മ പ്രത്യേകം കൃഷ്ണമോളോട് പോയിട്ട് വരാൻ കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കയ്യിലും കവളയിലും ഒക്കെ പിടിക്കുന്നതേക്കും ബബിത ചോദിക്കും, അതെന്താ അവളോട് മാത്രം പ്രത്യേക സ്നേഹം, എന്നോട് എന്താ അങ്ങനെ ഇല്ലാത്തതെന്ന് ചോദിക്കും. അന്നേരം അയ്യോ ഈ മോള എനിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നെ അതുകൊണ്ടാണ് എന്ന് പറയുമ്പം ബബിത ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ചായ തന്നത്, എന്നിട്ട് എന്നോട് എന്താ അങ്ങനെ ഇല്ലാത്തതെന്ന് പിന്നെയും ചോദിക്കുവാണ്. അന്നേരം അയ്യോ എനിക്ക് രണ്ടുപേരും ഒരുപോലെ ആട്ടോ, ഞാൻ മോളോട് അങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ പറ എന്ന് പറയുന്നു ബബിത. ഏതായാലും അവർ വണ്ടിയിൽ കയറി പോകുന്നു. കൈ വീശി ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ശരണ്യയും കൃഷ്ണയും ഒക്കെ പരസ്പരം. അവരങ്ങ് പോയി കഴിയുമ്പം ആകെ വിഷമിച്ച് ഇങ്ങനെ രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതുപോലെ നിഷ്കളങ്കയായ ഒരു പാവം കുഞ്ഞിനെയാണല്ലോ അവൻ നശിപ്പിച്ചത്, ഹരി നശിപ്പിച്ചത്, അതിന് ഇവനും കൂട്ടി നിൽക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്തുള്ള ഒരു വിഷമായിരിക്കും. കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് മാമച്ചായനെയും ഗ്രേസിയമ്മയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടിയുടെ ഫോൺ അടിക്കുന്നുണ്ട്. രേവതിക്കുട്ടി അവിടെയില്ല, ബാത്റൂമിൽ അങ്ങോട്ട് പോയതായിരുന്നു. അന്നേരം ആ ഫോൺ എടുക്കുന്നു മാമച്ചായൻ.
അപ്പോൾ ഫോണിൻ്റെ അങ്ങേ തലക്കിൽ നമ്മുടെ ത്യാഗഭവനിലെ മദറാണ്. മദർ വിളിച്ചത് ആ അഡോപ്ഷൻ്റെ കാര്യം പറയാൻ വേണ്ടിയാട്ടോ രേവതിക്കുട്ടിയോട്. അന്നേരം രേവതിക്കുട്ടി ഇവിടെ ഇല്ല, വരുമ്പം പറയാം എന്ന് പറയുന്നു. അവർ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പം ദേഷ്യം വരുന്നുണ്ട് ഗ്രേസിയമ്മയ്ക്ക്. മാമച്ചായൻ അവരോട് ഈ കുഞ്ഞിക്കളി കളിക്കുന്ന പോലെ തന്നെയാണ് മദറിനോട് സംസാരിച്ചത്. എന്തിനാണ് വിളിച്ചതെന്നോ എന്താ കാര്യമെന്നോ ഒന്നും വിശദമായിട്ട് ചോദിച്ചില്ല. അതിന് ഗ്രേസിയമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഗ്രേസിയമ്മ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രേവതിക്കുട്ടി വരുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയോട് ഇങ്ങനെ മദർ വിളിച്ചെന്ന് പറയും. അന്നേരം രേവതിക്കുട്ടി തിരിച്ചു വിളിക്കുമ്പോഴാണ് ചിന്നുമോളുടെ അഡോപ്ഷൻ്റെ കാര്യം പറയുന്നത്. ഊർമിള എന്നൊരു സ്ത്രീ വന്നായിരുന്നു എന്നോട്ട് എല്ലാ കാര്യങ്ങളും പറയും. അത് കേൾക്കുമ്പോൾ ആകെ സങ്കടമാണ് രേവതിക്കുട്ടിക്ക്. അന്നേരം എനിക്ക് പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ പറ്റുന്നില്ല മദർ, എനിക്ക് അലീന ചേച്ചിയോടുകൂടി ഒന്ന് ചോദിക്കണം, അവൾക്ക് നല്ലതാണെങ്കിൽ മാത്രമേ മദർ എന്നെ വിളിക്കുള്ളൂ എന്ന് എനിക്കറിയാം, എങ്കിലും എനിക്ക് ആകെ വിഷമം വരുവാണ് എന്നൊക്കെ പറയുമ്പോൾ മദർ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, നിങ്ങൾക്ക് അവൾ ആരാണ് എന്നും എനിക്കറിയാം, പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണം, അവൾക്കൊരു നല്ല അച്ഛനെയും അമ്മയാണ് കിട്ടാൻ പോകുന്നത്. അവർ അഡോപ്ഷന് വേണ്ടി ഒരു ആൺകുഞ്ഞിനെയാണ് ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം ചിന്നുമോളെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ അവർക്ക് പേപ്പർ വർക്കൊക്കെ ശരിയാക്കി എടുക്കണം. അതല്ല എങ്കിൽ അവർ മോളെ സ്പോൺസർ ചെയ്തോളാമെന്നും പറഞ്ഞു. അതുകൊണ്ടൊന്ന് ആലോചിക്കുക എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി ആയിക്കോട്ടെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് എനിക്ക് ആകെ വിഷമമാണ് രേവതിക്കുട്ടിക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി അങ്ങ് കയറി പോകും. അന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട്, അവൾ ആകെ വിഷമിച്ചാൽ പോയത്, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഒന്ന് പോയി ആശ്വസിപ്പിക്കാൻ മേലായിരുന്നോ എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയും, ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല, അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞാൽ അവൾ ഈ കാര്യം നമ്മളോട് സംസാരിക്കും, അന്നേരം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ശരണ്യയും അമ്മയും കൂടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. വീട്ടിലോട്ട് അവർ ചെല്ലുന്നതേ അച്ഛൻ ചോദിക്കും, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്താ ഇത്രയും താമസിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം അവിടെ ചെന്നിട്ട് പെട്ടെന്ന് പോകാനെന്ന് ഓർത്തൊക്കെ തന്നെയാണ് ഞാൻ പോയത്, പക്ഷേ ഇങ്ങോട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോരാൻ പറ്റണ്ടേ എന്ന് ചോദിക്കുമ്പം അച്ഛൻ ചോദിക്കും, അതെന്താ അങ്ങനെ, അവർ നിങ്ങളെ തടഞ്ഞു നിർത്തിയോ, നിങ്ങളോട് മോശമായി പെരുമാറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അല്ലെന്നേ, എന്ത് നല്ല മനുഷ്യരാണെന്ന് അറിയാവോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങോട്ട് പോരാനേ തോന്നിയല്ല എന്ന് പറയുമ്പം അത് കേട്ടോണ്ടാണ് ഗോപം കയറി വരുന്നത്. അന്നേരം ഗോപം പറയും, അവർ തേനും പാലും ഒക്കെ ഒഴിച്ച് നിങ്ങളെ സുഖിപ്പിച്ച് നിർത്തും, അത് കണ്ടിട്ട് അങ്ങ് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട, ഇനിയിപ്പം കേസിൻ്റെ വിചാരണ വരുമല്ലേ, മകനെ രക്ഷിച്ചെടുക്കണ്ടേ, അതിനുള്ള അഭിനയമാണ് എന്നാണ് ഗോപം പറയുന്നത്. അന്നേരം ശരണ്യോയ്ക്കും ഗോപേട്ടൻ അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതിയോ, അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയത്തില്ല, അല്ലെങ്കിൽ ഗോപേട്ടൻ പോയി നോക്കുക എന്ന് പറയും. എന്നിട്ട് ശരിയല്ല അമ്മേ എന്ന് ശരണ്യ അമ്മയോട് ചോദിക്കുമ്പം സത്യമായിട്ടും ഗോപ, ഞങ്ങൾക്ക് മനുഷ്യരോട് പെരുമാറുമ്പോൾ മനുഷ്യരെ മനസ്സിലാകിയല്ലേ, ഇത് അങ്ങനെയൊന്നുമല്ല, എന്ത് നന്നായിട്ട് അവർ നമ്മളോടൊക്കെ പെരുമാറുന്നതെന്നറിയാവോ, നമുക്ക് അവിടെ ചെന്നാൽ പോരാനേ തോന്നിയല്ല, ആ അലീനയോട് പോലും അവരെന്ത് സ്നേഹത്തോടെയാണ് പെരുമാറുന്നതെന്നറിയാവോ, നമ്മുടെ മോള് അലീനെ വിളിക്കുന്ന പോലെ ആ കുട്ടികളും അലീന ചേച്ചിന്ന് അലീനെ വിളിക്കുന്നത്, അതുപോലെ ഞങ്ങൾ ചെന്നപ്പം പിടിച്ചുകൊണ്ട് ഇരുത്തി ചായ തന്നു, അത് കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുന്ന ഡൈനിങ് ടേബിളിൽ അവരോടൊപ്പം ഇരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്, അലീനയുടെ റൂമിൽ കൊണ്ടുപോയി ഞങ്ങൾ അലീനയെ കാണിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പം ഗോപൻ അങ്ങ് ഇഷ്ടപ്പെടുകയല്ല, അവനങ്ങ് ദേഷ്യപ്പെട്ടു പോവുകയാണേ. അന്നേരം അച്ഛൻ ചോദിക്കും, ആ അലീന എന്ന് പറയുന്ന പെങ്കൊച്ചിനോട് അവരെങ്ങനെ പെരുമാറുന്നേ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ, ആ പെങ്കൊച്ചിനോട് ആ വീട്ടിലൊരു കുടുംബാംഗത്തെ പോലെ തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്, അവർ തന്നെയാണ്, ആ രണ്ട് പെമ്മക്കൾ രണ്ടുപേരും കൂടിയാണ് അലീനയെ ശുശ്രൂഷിക്കുന്നത്, അലീന പനിയായിട്ട് കിടക്കുമല്ലേ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി റൂമിൽ കൊണ്ടു കൊടുക്കും, അതുപോലെ അലീനയുടെ കാര്യങ്ങളൊക്കെ അവരാ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അച്ഛനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. അതുപോലെ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ആ ബാലേന്ദ്രൻ സാറൊക്കെ എന്ത് നന്നായിട്ടാണ് നമ്മളോട് പെരുമാറുന്നതെന്നറിയാവോ, ആ രണ്ട് പെൺകുട്ടികളും എന്ത് സ്നേഹത്തോടെയാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നതെന്നറിയാവോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം കേട്ട് നിന്ന് കഴിയുമ്പോഴും അങ്ങ് വലിയ വിശ്വാസമില്ല ഗോപൻ. അവൻ പറയുന്നുണ്ട് കേട്ടോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന്. അന്നേരം അമ്മ പറയും, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ ഷാജിയോട് പോയി ചോദിക്കുക, ഷാജി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അന്നേരം നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പറയും. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശരണ്യ അകത്തോട്ട് പോകുന്നു. ഗോപനും പോയി കഴിയുമ്പോഴും അച്ഛനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അച്ഛനിങ്ങനെ സംശയത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുവാണ്. അത് കഴിഞ്ഞ് അമ്മ അങ്ങ് കയറി പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീനയുടെ പനിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുവാണ് ബബിതയും കൃഷ്ണമോളൂടെ വന്ന്. അന്നേരം ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് പനി മാറി എന്ന് മനസ്സിലാകുന്നു. അന്നേരം അലീന പറയുന്നുണ്ട്, അതെ, ഞാൻ ഈ ആൾക്കാരെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്, അതുകൊണ്ട് പനി മാറിക്കഴിഞ്ഞാൽ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പനി മാറിയെന്ന് നേരത്തെ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, ഞങ്ങളതൊന്നും അല്ല പഠിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും
ഒന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു. ഏതായാലും പനി മാറിയെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി രക്ഷപ്പെടാമെന്നൊന്നും ഓർക്കണ്ട, റെസ്റ്റ് എടുക്കണമെന്ന് പറയും. അലീന കട്ടിലേന്ന് ചാടി ഇറങ്ങിയതായിരുന്നു. തിരിച്ച് കട്ടിലേക്ക് കയറ്റും. രണ്ടും കൂടെ ഓരോ പണി എടുക്കുന്നതിനെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നൊക്കെ ഉണ്ട്. അന്നേരം അലീന പറയും, ഇങ്ങനെ നിങ്ങൾ തർക്കിക്കാതെ നിങ്ങൾ നല്ല പിള്ളേരാകുക എന്നൊക്കെ പറയുമ്പം അത് ഇവളോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നുണ്ട് ബബിത. ഈ കൃഷ്ണമോള് ബബിതനെ അതിനിടയ്ക്ക് മുടിയൻ്റെ പേരും പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അന്നേരം അലീന അങ്ങനെ സംസാരിക്കല്ലേ, ചേച്ചിയോട് സോറി ചോദിക്കുക എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ കൊണ്ട് സോറിയും ചോദിപ്പിക്കുന്നുണ്ട്. ഏതായാലും അലീനയ്ക്ക് റെസ്റ്റാണ്. അലീനയോട് ബബിത പറഞ്ഞിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് ഡിന്നറിനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അവർ റൂമിൽ നിന്ന് അങ്ങ് പോകുന്നു. അന്നേരം ഒരുപാട് സന്തോഷത്തോടെ അനിയത്തിമാരുടെ ആ സ്നേഹം അനുഭവിച്ച് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറാൻ വേണ്ടി ഇറങ്ങി വരുന്ന അലീനെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ആരോട് ചോദിച്ചിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂമിലേക്ക് തിരിച്ച് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസത്തെ റെസ്റ്റ് എടുക്കാനാണ് ബബിത പറയുന്നത്. പിന്നീട് വൈജയന്തി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ മുറിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുറിയിൽ ഇരുന്ന് പോകുള്ളൂ എന്ന് വൈജയന്തിക്ക് മനസ്സിലായി. മക്കളോടും ഭർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാകുന്ന വൈജയന്തി നേരെ അലീനയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് അലീനയോട് ഈ വീട്ടിൽ നിന്ന് പോകണം എന്നുള്ള ആവശ്യമാണ് വൈജയന്തി പറയുന്നത്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ അങ്ങ് മറന്ന് കളഞ്ഞേക്കണം, പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ അന്വേഷിച്ച് വന്നേക്കരുത് എന്ന് അലീന പറയുന്നുണ്ട്. അന്നേരം സ്വന്തം മകളാണ് എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോയി തന്നാൽ മതി, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നെ അന്വേഷിച്ച് ഒരിക്കലും എന്ത് സംഭവിച്ചാലും ഞാൻ വരികയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ആകെ വിഷമിച്ച് അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, ഞാൻ ഒരു ദ്രോഹത്തിനും വരാറില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ വിട്ടുപോത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട് അതൊന്നും വൈജയന്തിയുടെ തലയിലേക്ക് കയറുന്നില്ല. ഏതായാലും അലീനയോട് ആ വീട്ടിൽ നിന്ന് പോകണം എന്ന ആവശ്യമായിട്ട് വൈജയന്തി ചെല്ലുന്നു. ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലായിരിക്കും.